ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും വിഷ്ണു ചേട്ടനും കൂടി വൈകിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. 7 മണിയായി കാണും. അപ്പം മാളൂട്ടിയും കണ്ണനും നീലും ഒക്കെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേറെ വേറെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ എല്ലാവർക്കും ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഒന്നിച്ച്. അപ്പം ഞങ്ങൾ ഇറങ്ങി. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ വരുന്ന വഴിക്ക് ഞങ്ങളുടെ അടുത്ത പള്ളിയിൽ നിറച്ച് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അതും കൂടെ വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം പോയത് എനിക്ക് DC ബുക്സിനൊരു ബുക്ക് വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അവിടെ പോയി സ്റ്റാച്ചു DC ബുക്സിനാണ് ബുക്ക് വാങ്ങാനുണ്ടായിരുന്നത്. അപ്പം അതാണ് ആദ്യം അവിടെ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഡ്രസ്സ് വിഷ്ണു ചേട്ടൻ്റെ ഷർട്ട് നോക്കണമായിരുന്നു. അപ്പം അതും നോക്കി. അപ്പോൾ അവിടെ വെച്ച് മാളൂട്ടി അവിടെ ജോയിൻ ചെയ്തു. കണ്ണനും മോനും ഒക്കെ ഡ്രസ്സ് എടുക്കണമായിരുന്നു. കാരണം എൻഗേജ്മെൻറ്റ് വരെയല്ലേ അവിടെ. അപ്പോൾ അതും അവർ ആ ഡ്രസ്സ്, അപ്പോൾ അവർക്കുള്ള ഡ്രസ്സും എടുത്തു. പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അതാണ് അപ്പം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ കനാകുന്നിൽ പോയി. അവധി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൂടാതെ അവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അപ്പം അത് കാണാനൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളങ്ങനെ അകത്തോട്ടൊന്നും ഒരുപാട് പോയില്ല. കാരണം ഞങ്ങൾ അവിടെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം മണി 9-9:30 ആവാറായി. അപ്പം മോനൊക്കെ പിന്നെ വിശക്കുന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ ഒന്ന് കഴിക്കാമെന്ന രീതിയിൽ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്ന് ചിലപ്പോൾ ബലൂണെ കണ്ടപ്പം പിള്ളേർക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു. നീലുവിൻ്റെ അവർ ദേവനാഥ് പിള്ളേർക്ക് ബലൂണൊക്കെ വാങ്ങിച്ച് അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസ് എടുക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്ത്. അപ്പോൾ എനിക്ക് വിഷ്ണു ചേട്ടൻ ആ ലൈറ്റ് 2025 എന്നൊക്കെ ലൈറ്റ് കൊണ്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്നു. കാണാനായിട്ട് പറഞ്ഞാൽ ലൈറ്റിൻ്റെ നല്ലൊരു ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം അവർക്കിങ്ങനെ ഓരോ രൂപങ്ങളൊക്കെ ലൈറ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും അതൊരു കാണാൻ പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങളും ഏകദേശം ഒരു 3/4 മണിക്കൂറോളം അവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് ചെറിയ ലൈറ്റൊക്കെ പിള്ളേർക്ക് ഇതെല്ലാം കാണാൻ ഇഷ്ടമാണ്. അപ്പം കുട്ടാപ്പിക്ക് ഇതൊക്കെ ഒരുപാട് ഇഷ്ടം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനൊക്കെ അവൻ ഇതെല്ലാം കണ്ടും അവിടെ ഫോട്ടോ എടുക്കുകയും നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അതൊക്കെ ചെയ്തിരുന്നിട്ട് ഈ ലൈറ്റിനകത്തൂടെ എങ്ങോട്ടൊക്കെ ഓടിക്കയറാം എന്നൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് വെച്ച് വഴക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം അവൻ അങ്ങനെയുള്ള കുരുത്തക്കേടുള്ളൂ. കാരണം കൈ വിട്ട് ഓടിക്കഴിഞ്ഞാൽ പാടില്ല. ഒത്തിരി തിരക്കുണ്ടായിരുന്നു അവിടെ. അങ്ങനെ രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവൻ അതുപോലെ പറഞ്ഞു തരികയാണ് വല്യമ്മയ്ക്ക്. ഞാൻ പറയുന്നതായിട്ട് കുട്ടാപ്പിയും അങ്ങനെ എന്നോട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പറോട്ട ഹട്ട് എന്ന റെസ്റ്റോറൻറ്റാണ് പോയത്. ഒരുപാട് അവിടെ നിന്ന് നമ്മൾക്ക് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അത് സമയം പോണതേ അറിയത്തില്ല. വീടൊക്കെ എത്തിയപ്പോൾ ഒത്തിരി ലേറ്റായി. എങ്കിൽ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ. ബൈ.